നമസ്കാരം. വിവാദങ്ങൾ കാറ്റിൽ പറത്തി വൻ ഭൂരിപക്ഷത്തോടെ ബീഹാറിൽ NDA മുന്നേറ്റം. വോട്ട് ചോരിക്കും SIR-നും NDA ജനങ്ങളിൽ നേടിയെടുത്ത വിശ്വാസ വോട്ട് ഭീമനെ തെല്ലൊന്നിളക്കാൻ പോലും കഴിഞ്ഞില്ല. ആരോപണങ്ങൾ കൊണ്ട് മാത്രം ജനമനസ്സുകളിൽ ഇടം നേടാൻ കഴിയില്ല എന്നാണോ ബീഹാറിലെ ജനവിധിയിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത്? എവിടെയാണ് ഇന്ത്യ മഹാസഖ്യത്തിന് പിഴച്ചത്? എങ്ങനെയാണ് NDA ജനമനസ്സുകളിൽ വൻ സ്വാധീനം നിലനിർത്തിയത്? പരിശോധിക്കാം ഷെക്കേന ന്യൂസ് 4 മണി ചർച്ചയിലൂടെ. നമ്മളോടൊപ്പം ചേരുന്നു BJP-യിൽ നിന്നും ശ്രീ ഷാബു പ്രസാദ്, അതുപോലെ കോൺഗ്രസിൽ നിന്നും അഡ്വക്കേറ്റ് സുശീൽ ഗോപാൽ. ശ്രീ ഷാബു പ്രസാദ്, NDA വൻ ഭൂരിപക്ഷത്തോടെ ഭരണം നിലനിർത്തുകയും BJP പ്രധാന സഖ്യകക്ഷിയാകുകയും ചെയ്ത ഈ വിജയത്തെ അങ്ങ് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഞാൻ ആദ്യമേ ഒരു കാര്യം പറയട്ടെ, എന്നെ BJP പ്രതിനിധിയായിട്ട് അവതരിപ്പിക്കരുത്. ഞാൻ BJP പ്രതിനിധിയല്ല. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു മഹാവിജയമാണ്. ഇതുവരെ ഉള്ള 2010-ലായിരുന്നു ഇതിനു മുമ്പുണ്ടായിരുന്ന ഏറ്റവും വലിയ വിജയം. അതായത് 206 സീറ്റിലാണ് അന്ന് NDA സഖ്യം വിജയിച്ചത്. ഇപ്പൊ ഏതാണ്ട് 209 ആ ലെവലിലേക്ക് പോവുകയാണ്. വലിയ വിജയം, വളരെ വലിയ വിജയമാണ്. ഇത് നൽകുന്ന ഒരു വലിയ മെസ്സേജ് അത് എല്ലാ രാഷ്ട്രീയ BJP അടക്കമുള്ള BJP അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് ബാധകമാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ BJPക്കുള്ള ആ സന്ദേശം എന്താണ് ഇതിൻ്റെ അകത്ത്? BJPക്കും ഇവർക്ക് ജനതാദളിനൊക്കെയുള്ള സന്ദേശം എന്ന് പറഞ്ഞാൽ, ഒരു കാരണവശാലും ഈ ജനവിധിയിൽ ഈ വിജയത്തിൽ അമിതാഹ്ലാദം ഉണ്ടാകരുത്. അവർ എന്തുകൊണ്ടാണ് അവർ വിജയിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ട് ജനങ്ങളുടെ വിശ്വാസം നേടിയത് കൊണ്ടാണ്. ആ വിശ്വാസം നിലനിർത്തുക എന്നുള്ള വലിയ ഒരു ഭാരിച്ച ദൗത്യം അവരുടെ മുന്നിലുണ്ട്. എന്ന് പറഞ്ഞാൽ ഇനി വരാൻ പോകുന്ന ഇലക്ഷനിൽ ഇപ്പൊ ഇത് മാക്സിമം വിജയമാണ്, ഇത് മാക്സിമം ആണിത്. ഇതിൽ നിന്ന് ഒരു സീറ്റ് കുറഞ്ഞാൽ പോലും അവർക്ക് അന്ന് അതിന് മറുപടി പറയേണ്ടി വരും. അപ്പോൾ ഇതിനേക്കാൾ മേളിൽ പെർഫോം ചെയ്യുക, അല്ലെങ്കിൽ ഇതെങ്കിലും നിലനിർത്തുക എന്നുള്ളത് വളരെ കഠിനമായ ജോലിയാണത്. അതാണ് അവർക്കുള്ള മെസ്സേജ്. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കുമുള്ള മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജനങ്ങളുടെ ഇടയിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ, അവരെ കൺവിൻസ് ചെയ്താൽ, അവർക്ക് പ്രതീക്ഷ കൊടുക്കുന്ന രീതിയിൽ അങ്ങനെ ഒരു പ്രവർത്തനം ഉണ്ടായാൽ, അതിനിപ്പം ഈ ആന്റി ഇൻകംബൻസി എന്നുള്ളതൊന്നും ഇവിടെ ബാധകമല്ല. നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചാൽ അവർ നിങ്ങളുടെ കൂടെ നിൽക്കും എന്നുള്ളതാണ്. പ്രവർത്തിച്ചില്ലെങ്കിൽ കൂടെ നിൽക്കില്ല. അതായത് ഇന്ത്യൻ രാഷ്ട്രീയത്തില് ജാതി രാഷ്ട്രീയം അസ്തമിച്ചു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ എനിക്ക് ഏറ്റവും അധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണത്. കാര്യം ജാതി രാഷ്ട്രീയത്തിന്റെ തറവാടായിരുന്നു ഈ ബീഹാർ. യാദവ, മറ്റേതെന്താ, അങ്ങനെ ഒരുപാട് ആ തരത്തിലുള്ള ആ ജാതി രാഷ്ട്രീയം അവിടെ അവസാനിച്ച് സദ്ഭരണത്തിനും വികസനത്തിനും വേണ്ടി ജനങ്ങൾ വോട്ട് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളത് വളരെ വലിയ വിപ്ലവകരമായ ഒരു സാമൂഹ്യ മാറ്റമാണത്. അത് ഈ രാജ്യം മുഴുവനും ഉണ്ടാകും. കാര്യം ഈ രീതിയിലുള്ള ഡിവിസീവ് പൊളിറ്റിക്സ് അവസാനിച്ചേ പറ്റുള്ളൂ. അത് ആ കാര്യം ഈ ബീഹാർ നൽകുന്ന ഈ ഇലക്ഷൻ നൽകുന്നത് വലിയ ഒരു മെസ്സേജാണത്. പിന്നെ ഇനിയിപ്പോൾ ഇവിടുത്തെ പ്രധാന പ്രതിപക്ഷ കക്ഷികളോട് കോൺഗ്രസ് അടക്കമുള്ളവർ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഡേർട്ടി പൊളിറ്റിക്സിന്റെ കാലം കഴിഞ്ഞു. ഈ രീതിയിലുള്ള ഈ ഇലക്ഷനിൽ പ്രയോഗിച്ചതുപോലെയുള്ള തക്കിട തരികിട നമ്പറുകൾ കൊണ്ട് ജനങ്ങളെ സ്വാധീനിക്കാനാവില്ല, ജനഹൃദയങ്ങളിലേക്ക് കയറാനാവില്ല. അതിന് കഷ്ടപ്പെട്ടേ പറ്റുള്ളൂ. ബൂത്ത് ലെവലിലുള്ള അത് ഇപ്പൊ കോൺഗ്രസിന്റെ അകത്ത് തന്നെ ദിഗ്വിജയ് സിംഗിന്റെയൊക്കെ ട്വീറ്റ് വന്നു കഴിഞ്ഞു. അതായത് സംഘടന എന്നുള്ളതിൽ കോൺഗ്രസ് ശ്രദ്ധിച്ചിട്ടില്ല. ശ്രദ്ധിക്കണം. ബൂത്തില് പ്രകടനങ്ങളും റാലികളും അല്ല രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത്, ബൂത്ത് ലെവലിലുള്ള പ്രവർത്തനമാണ്. ബൂത്ത് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബൂത്തിൽ എത്ര വോട്ടുണ്ടാവും? പരമാവധി 1000 വോട്ട്, 1100 വോട്ട്. ആ ബൂത്ത് ലെവലിൽ പ്രവർത്തിക്കുന്നവർക്ക്, രാഷ്ട്രീയ പ്രവർത്തകർക്ക് തങ്ങളുടെ ബൂത്തിലെ ഓരോ വോട്ടറെയും നേരിട്ട് നേരിട്ട് പരിചയമുള്ളവരായിരിക്കണം. അങ്ങനെയുള്ളവരാണ് തെരഞ്ഞെടുപ്പ് ജയിപ്പിക്കുന്നത്. ആ പ്രവർത്തനമാണ് തെരഞ്ഞെടുപ്പ് ജയിപ്പിക്കുന്നത്. BJP അതിലാണ് ഏറ്റവും അധികം ഫോക്കസ് ചെയ്യുന്നത്, ബൂത്ത് ലെവൽ പ്രവർത്തനത്തിലാണ്.
ഇതൊക്കെ വളരെ വ്യക്തമാണ്. അല്ലാതെ രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ ആരുമായിക്കട്ടെ, ഈവൻ നരേന്ദ്രമോദിയോ വന്ന് വലിയൊരു റാലിയിൽ പ്രസംഗിച്ചിട്ട് പോയാൽ ശരി, അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടാകും. പക്ഷെ ആ ഇമ്പാക്റ്റ് അതൊരു റിസൾട്ടായി മാറണമെന്നുണ്ടെങ്കിൽ ഈ അടിസ്ഥാന ഘടകങ്ങളിലുള്ള പ്രവർത്തനം ശക്തമായിരിക്കണം. എങ്കിലേ ആ വലിയ നേതാക്കന്മാരുടെ വലിയ റാലി കൊണ്ടും പ്രസംഗങ്ങൾ കൊണ്ടും പ്രയോജനം ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല. അടിത്തറ ശക്തമാവുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കോൺഗ്രസ് ഒക്കെ എത്രയോ പിന്നിലാണ്. ആലോചിച്ച് നോക്കണം. കോൺഗ്രസ് അടക്കി ഭരിച്ചിരുന്ന ഒരു സംസ്ഥാനമാണ് ഈ ബീഹാർ 1990 വരെ. അവിടെ ഇപ്പോഴവർ അവിടെ ലേറ്റസ്റ്റ് ഇലക്ഷൻ കമ്മീഷന്റെ ഇത് പ്രകാരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ലീഡ് ചെയ്യുന്നത് 2 സീറ്റിലാണ്. 2 സീറ്റിൽ. അതില് ഒരു സീറ്റിൽ 2500 ഭൂരിപക്ഷമാണ് ഉള്ളത്. അത് ചിലപ്പോൾ മാറി മറിയാനും സാധ്യതയുണ്ട്. കിഷൻഗഞ്ചിൽ അവർ ജയിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. അവിടെ വലിയ 20,000-ഓളം ഭൂരിപക്ഷമുണ്ട്. അപ്പം ഇത് 60 സീറ്റിൽ മത്സരിച്ചിട്ടാണ് ഈ ഒരു ഗതിയിലേക്ക് അവർ എത്തിയത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇനിയും BJPയുടെ NDAയുടെ സ്ട്രൈക്ക് റേറ്റ് നിങ്ങൾ നോക്കൂ. അതായത് 243 സീറ്റിൽ ഏകദേശം 207, 209 സീറ്റാണ് ഇത് ഇങ്ങനെ ജയിക്കാൻ പോകുന്നത്. അതായത് സ്ട്രൈക്ക് റേറ്റ് ഈസ് മോർ ദാൻ 85%, അറൌണ്ട് 85% സ്ട്രൈക്ക് റേറ്റ്. BJPയുടെ സ്ട്രൈക്ക് റേറ്റ് മാത്രം നോക്കൂ. 103 സീറ്റിൽ മത്സരിച്ച BJP 95 സീറ്റുകളിലാണ് ലീഡ് ചെയ്യുന്നത്. ഞാൻ ഇലക്ഷൻ കമ്മീഷന്റെ ഡാറ്റയാണ് എടുക്കുന്നത്. അതായത് 95 സ്ട്രൈക്ക് റേറ്റ്. ഒന്ന് ആലോചിച്ച് നോക്കത്. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? 2 കാരണമുണ്ട് അവിടെ. ഒന്ന്, BJPയുടെയും NDAയുടെ അതിശക്തമായ സംഘടന, എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന ആ ഒരു ഓർഗനൈസേഷണൽ മെഷീനറി. 2, ഈ അതീവ ദുർബലമായ ഒരു മത്സരം പോലും കാഴ്ചവെക്കാൻ സാധിക്കാത്ത പ്രതിപക്ഷത്തിന്റെ ദയനീയമായ അവസ്ഥ. ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് NDAക്ക് ഇത്ര വലിയൊരു മഹാവിജയം നൽകിയിരിക്കുന്നത്. പഠിക്കാൻ ഒരുപാടുണ്ട്. ജനാധിപത്യ വിശ്വാസികൾക്കും ജനാധിപത്യ പ്രേമികൾക്കും ജനാധിപത്യത്തെ പറ്റി പഠിക്കുന്ന അക്കാഡമിഷ്യൻസിനും അങ്ങനെ ഒരുപാട് മെസ്സേജാണ്, ഒരുപാട് പാഠങ്ങളാണ് ബീഹാർ ഇലക്ഷൻ നൽകുന്നത്. ഇപ്പം എനിക്ക് ഉറപ്പാണ്, ഞാൻ ഇപ്പോൾ ഒരു ചർച്ച നടന്നിട്ടേ ഉള്ളൂ. അതായത് കോൺഗ്രസ് അതിന്റെ പതിവ് പല്ലവി തുടങ്ങി. അതായത് ഇത് വോട്ട് മോഷ്ടിച്ചതാണ്, ഇത് വോട്ട് ചോരിയാണ്, മറ്റേതാണ് മറിച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ വന്നു കഴിഞ്ഞു. ശരി, ഒരു ഇലക്ഷൻ പരാജയത്തിനെ തൽക്കാലം ഒന്ന് അവിടെ മാധ്യമങ്ങളുടെ മുമ്പിലും ചർച്ചകളിലും പിടിച്ചു നിൽക്കാൻ വേണ്ടി അങ്ങനെ ഒരു വാദമുഖം ഉന്നയിക്കട്ടെ, കുഴപ്പമില്ല, ചെയ്തോട്ടെ, എങ്ങനെങ്കിലും പിടിച്ചു. പക്ഷേ അതിൽ അവർ ആത്മാർത്ഥമായി വിശ്വസിച്ചുകൊണ്ട് ഇത് കാരണമാണ് ഞങ്ങൾ തോറ്റുപോയത്, അല്ലാതെ ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല, ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനത്തിന്റെ പ്രശ്നമല്ല, ഇതുകൊണ്ടാണ് അവർ തോറ്റുപോയത് എന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ച് മുമ്പോട്ട് പോകാനാണ് അവരുടെ തീരുമാനമെങ്കിൽ കോൺഗ്രസ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്ന് തുടച്ചിന് അവരുടെ ഭാവി വളരെ അപകടമാണ്. ഉത്തരവാദിത്വം കാണിക്കണം. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ ഇത്ര അതിനിർണായകമായ ഒരു ഇലക്ഷൻ, ഒരു വലിയ സംസ്ഥാനത്തിലെ ഇലക്ഷന്റെ റിസൾട്ട് വരുന്ന ദിവസം ഇവരുടെ പരമോന്നത നേതാവ് രാഹുൽ ഗാന്ധി ഇവിടെ ഇല്ല. കക്ഷി അടുത്ത ഫ്ലൈറ്റ് പിടിച്ചു എന്നാണ് അറിയുന്നത്. എന്തായാലും ആൾ സ്ഥലത്തില്ല എന്ന് മാധ്യമങ്ങളിൽ കൂടെ അറിയുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഇവിടെയുള്ള പാവം കോൺഗ്രസ് പ്രവർത്തകരെ, ഇവിടെയും ഒരു അദ്ദേഹം ഉണ്ടെന്ന് തോന്നുന്നു, അങ്ങനെ ഇപ്പൊ ഇതിനു വിളിച്ചില്ല, അങ്ങനെയുള്ളവരെ ഈ സമൂഹത്തിന്റെ മുമ്പിലേക്ക് കടിച്ചു കീറാൻ ഇട്ടുകൊടുത്തുകൊണ്ട് ഈ മനുഷ്യൻ ഇവിടുന്ന് മുങ്ങി. ഒരു നേതാവ് ചെയ്യേണ്ട പണിയാണോ ഇത്? അതായത് അദ്ദേഹം ഒരു തരത്തിലും ആരോടും ആൻസറബിൾ അല്ല. വിജയം വന്നാൽ മാത്രം അതിന്റെ ക്രെഡിറ്റ് എടുക്കുകയും പരാജയം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് മുങ്ങുകയും ചെയ്യുന്ന ഈ രീതിയിൽ ഈ കോൺഗ്രസ് പ്രസ്ഥാനം എത്ര കാലം മുമ്പോട്ട് പോകും? എന്തവർക്ക് ചെയ്യാൻ കഴിയും? വോട്ട് ചോരി എന്ന് പറഞ്ഞുകൊണ്ട് ബഹളം വെച്ചുകൊണ്ടാണ് ഇവർ കാലം കഴിക്കാൻ പോകുന്നതെങ്കിൽ എനിക്ക് വളരെ, അതായത് BJP ഒരിക്കൽ പ്രഖ്യാപിച്ച പോലെ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന അവസ്ഥ അതിവിദൂരമൊന്നുമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൽ നിന്ന് പാഠം പഠിക്കട്ടെ നീ, എന്നിട്ട് വീണ്ടും ഇറങ്ങട്ടെ. 8% വോട്ടുണ്ട് കോൺഗ്രസിന് അവിടെ ഇപ്പോഴും ഉണ്ട്. ആ 8% എന്ന് പറയുന്ന അത്ര മോശമൊന്നുമല്ല. അതിൽ ആ ബേസിൽ നിന്ന് കഠിനാധ്വാനം ചെയ്ത് പ്രവർത്തിച്ച് അവർക്ക് വീണ്ടും വളർന്നു വരാൻ കഴിയും. പക്ഷെ അതിന് തയ്യാറല്ലെങ്കിൽ
അതിനു വേണ്ടിയിട്ട് പണിയെടുക്കാൻ തയ്യാറില്ലെങ്കിൽ ദൈവത്തിന് പോലും അവരെ രക്ഷിക്കാനാവില്ല. തീർച്ചയായും. അഡ്വക്കേറ്റ് സുശീൽ ഗോപാൽ, ഇന്ത്യ മഹാസഖ്യത്തിന് എവിടെയായിരിക്കും പിഴച്ചത്? വോട്ട് ചോരി പോലുള്ള ആരോപണങ്ങൾ, ഇപ്പോൾ സാർ പറഞ്ഞ പോലെ വോട്ട് ചോരി പോലുള്ള ആരോപണങ്ങൾ അത് ഫലപ്രദമായിട്ട് ജനങ്ങളെ സ്വാധീനിച്ചില്ല എന്നുള്ള ഒരു തോന്നലുണ്ടോ? അതുപോലെ ഇപ്പം ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നൽകിയ വാഗ്ദാനങ്ങളിൽ ജനങ്ങൾക്കൊരു വിശ്വാസം നഷ്ടപ്പെട്ട പോലെയുള്ള ഒരു സാഹചര്യമൊക്കെ ഉരുത്തിരിഞ്ഞു വന്നു എന്നൊരു തോന്നലുണ്ടോ? ഇതിനകത്ത് വിമർശനാത്മകമായിട്ട് നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇപ്പൊ വോട്ട് ചോരി അടക്കമുള്ള വിഷയങ്ങളിലെ യാഥാർത്ഥ്യം എത്രമാത്രം ഉണ്ടെന്നുള്ളത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അടക്കമുള്ള പ്രതികരണം നമുക്ക് വ്യക്തമാണല്ലോ. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ കൃത്യമായ മറുപടി പോലും അത്തരം കാര്യങ്ങളിൽ നൽകാൻ സാധിച്ചിട്ടില്ല. അത് രാഹുൽ ഗാന്ധി കൃത്യമായ തെളിവുകളടക്കമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അവതരിപ്പിച്ച വിഷയങ്ങളിൽ ഇതുവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ മറുപടി തരാൻ സാധിച്ചിട്ടില്ല എന്നതിന്റെ അർത്ഥം തന്നെ നമുക്കറിയാലോ. അത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ ആ യാഥാർത്ഥ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, നേരത്തെ ഷാഹു പ്രസാദ് സാർ പറഞ്ഞൊരു വിഷയത്തെ ഞാൻ വിമർശനാത്മകമായി ഉൾക്കൊള്ളാണ്. നമ്മളൊരു വിഷയം ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ്, രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഒരു വിഷയം ഉയർത്തിക്കൊണ്ടുവന്നു. ആ വിഷയം ഉയർത്തിക്കൊണ്ടുവന്ന് വരുമ്പോൾ അത് കൃത്യമായി ബൂത്ത് തലങ്ങളിൽ, അതായത് പ്രത്യേകിച്ച് ബീഹാർ പോലെ പകുതിയോളം ആളുകൾ ദാരിദ്ര്യത്തിലേക്ക് താഴെ കിടക്കുന്ന ഒരു സംസ്ഥാനത്തിനകത്ത് ഇത്രയും ആളുകളിലേക്ക് ഈ വിഷയങ്ങളെ എത്തിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ സംഘടനാപരമായ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. അതിന്റെ സംഘടനാപരമായ ദുർബലാവസ്ഥ ഇത്തരം വിഷയങ്ങൾ താഴെ തട്ടിലേക്ക് എത്തിക്കുന്നതിൽ വലിയ പ്രശ്നമുണ്ട്. കാരണം ഇപ്പൊ നേരത്തെ സാർ പറഞ്ഞതുപോലെ, പ്രസാദ് സാർ പറഞ്ഞ പോലെ, ഒരു 1990-കളിൽ ഈ മണ്ഡൽ കമ്മീഷൻ ഉയർത്തിക്കൊണ്ടുവന്നത് അതുവരെ കോൺഗ്രസിന്റെ കോട്ടയായിരുന്ന ബീഹാറിനെ തകർക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നായിരുന്നു മണ്ഡൽ കമ്മീഷൻ വിഷയവും അതുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച ജാതിയുമായി ബന്ധപ്പെട്ട ജാതിപരമായുള്ള സംഘടനകളും പ്രാദേശിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും. പിന്നീട് നമ്മൾ ഏകദേശം 2-3 ദശാബ്ദത്തോളം കണ്ടതാണ് അവരുടെ രാഷ്ട്രീയം. ഇപ്പോഴും നിതീഷ് കുമാർ എന്ന് പറയുന്നത് 85 സീറ്റുമായി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി അവിടെ ഉണ്ട്. സാർ നേരത്തെ പറഞ്ഞ അത് അപ്രസക്തമായി എന്ന് പറയുന്നതിന്റെ അർത്ഥമല്ലേ. കാരണം 2ാം സ്ഥാനത്ത് 3ാം സ്ഥാനത്ത് നിൽക്കുന്ന ആളുകൾ അത്തരത്തിലുള്ള സംഘടനകളാണ്. അപ്പോ അത്തരം സംഘടനകൾ ഇപ്പോഴും നിലനിൽക്കുന്നു. പക്ഷെ അതിനപ്പുറത്തേക്ക് വേറൊരു പൊളിറ്റിക്കൽ ലൈൻ കൂടി അതിനകത്ത് വരുന്നുണ്ട്. സ്വാഭാവികമായിട്ട് മിഡിൽ ക്ലാസ്സുമായി ബന്ധപ്പെട്ടുള്ള ഒരു വലിയൊരു വോട്ട് ബാങ്ക് ഡെവലപ്പ് ചെയ്യുന്നത്, അത് ജാതിക്കും മതത്തിനും അപ്പുറത്തേക്ക് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത്തരം ആളുകൾക്കിടയിലേക്ക് സംഘടനാപരമായി ഇത്തരം വിഷയങ്ങൾ, വോട്ട് ചോരി അടക്കമുള്ള ഒരു രാജ്യത്തിന്റെ ജനാധിപത്യത്തെ തന്നെ കവർന്നെടുക്കാൻ അതിന് ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട സംവിധാനം തന്നെ നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. സത്യത്തിൽ ഈ വിജയത്തിന് ഏറ്റവും കൂടുതൽ NDA നന്ദി പറയേണ്ടത് ഗണേഷ് കുമാറിനാണ്, ഇലക്ഷൻ കമ്മീഷണർക്കാണ് നന്ദി പറയേണ്ടത്. കാരണം അദ്ദേഹത്തിന്റെ വലിയ പ്രയത്നത്തിലൂടെയാണ് 65 ലക്ഷത്തോളം വോട്ടുകൾ വെട്ടിമാറ്റപ്പെട്ടത്. ആ 65 ലക്ഷം വോട്ട്. ഞാനൊന്ന് ഇടപെടുകയാണ്. എനിക്കൊരു സംശയം, അതായത് പ്രേക്ഷകർക്ക് കുറച്ചുകൂടി ഒന്ന് ക്ലിയർ ആകാൻ വേണ്ടിയിട്ടാണ്. അതായത് ഈ വോട്ട് ചോരി ആരോപണം നമ്മൾ മുന്നോട്ട് വെക്കുമ്പോൾ ഈ SIR-നെ നമ്മൾ എതിർക്കുന്നത് എന്തുകൊണ്ടാവും? കാരണം ഈ SIR നടപ്പാക്കുന്നത് വഴി ഇരട്ടിപ്പുള്ള വോട്ടുകളെല്ലാം പുറത്തു പോകുന്ന ഒരു സാഹചര്യം അല്ല ശരിക്കും അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ ശരിക്കും നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യല്ലേ വേണ്ടത്? അതിനകത്ത് ജോബി, എനിക്കറിയില്ല ജോബിക്ക് ആ ഫോം കിട്ടിയോന്ന് അറിയില്ല, SIR-ന്റെ എന്യൂമറേഷൻ ഫോം കിട്ടിയോന്ന് എനിക്കറിയില്ല. കാരണം ഇപ്പോ നമ്മുടെ നാട്ടിൽ അതിന്റെ പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രൊസീജിയറുമായി ബന്ധപ്പെട്ട് ഞാൻ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട ഫോം ഫില്ല് ചെയ്യേണ്ട രീതിയുമായി ബന്ധപ്പെട്ട് അതിന്റെ ഒരു ഫോർമാറ്റ് എന്റെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുത്തപ്പോൾ അതിനകത്ത് ഭൂരിപക്ഷം ആൾക്കാർക്കും ഈ എന്യൂമറേഷൻ ഫോം ലഭിച്ചിട്ടില്ല. പ്രത്യേകിച്ച് ഈ പ്രൊസീജിയർ നമ്മുടെ കേരളത്തിൽ നടക്കുന്ന എപ്പോഴാണ്? ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ നടക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും BLO-മാർ 3 തവണയാണ് വീടുകളിലേക്ക് എത്തുമെന്ന് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ടുള്ളത്. ഈ 3 തവണ ഇലക്ഷൻ കമ്മീഷൻ വീട്ടിലേക്ക്, അല്ലെങ്കിൽ BLO വീട്ടിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ കേരളത്തിന്റെ ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് മഹാഭൂരിപക്ഷം വീടുകളിലും ആളുകൾ ഉണ്ടാവില്ല. കാരണം ജോലിക്ക് പോകുന്ന ആളുകളാണ്, വീട്ടില് വൈകിട്ടും അല്ലെങ്കിൽ ഏർലി മോർണിംഗ് മാത്രം ഉണ്ടാവുന്ന സമയങ്ങളാണ്. അപ്പൊ ഈ 3 വട്ടം വന്നിട്ട് ഫോം ലഭിച്ചില്ല എങ്കിൽ ഫോം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാവില്ല. അപ്പോ കേരളത്തിൽ ഇത്രയും എഡ്യൂക്കേറ്റഡ് ആണ് എന്ന് നമ്മൾ അവകാശപ്പെടുന്ന കേരളത്തിനകത്തെ സാഹചര്യമാണ് പറയുന്നത്. അങ്ങനെയുള്ള ഒരു കേരളത്തിനകത്ത് ഇത്രയ്ക്കധികം ആളുകൾക്ക് എന്യൂമറേഷൻ ഫോം ലഭിക്കാതാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവരൊക്കെ SIR-ൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റാതാകുമ്പോൾ ഇവരൊക്കെ ഈ SIR പ്രകാരമുള്ള വോട്ടേഴ്സ് ലിസ്റ്റിൽ ഔട്ടാവാണ്. കേരളത്തിനകത്തുള്ള കാര്യമാണ് പറയുന്നത്. ഇതേ സാഹചര്യത്തിന് ഇതിനേക്കാളും ഭയാനകമായ സാഹചര്യമാണ് ബീഹാറിൽ ഉണ്ടായത്. 65 ലക്ഷം വോട്ടർമാർ പുറത്തുപോയി എന്ന് പറഞ്ഞത് കോൺഗ്രസോ പ്രതിപക്ഷ സംഘടനകളല്ല, ഇലക്ഷൻ കമ്മീഷനാണ്, സുപ്രീം കോടതിയിൽ കൊടുത്ത കണക്കാണ്. 65 ലക്ഷം വോട്ടുകൾ പോയി എന്ന് പറയുന്നത്. ആ 65 ലക്ഷം വോട്ടുകൾ ഒരു സംസ്ഥാനത്തിനകത്ത് വെട്ടിപ്പോകുമ്പോൾ
അത് തെരഞ്ഞെടുപ്പിനെ ഒരു തരത്തിലും ബാധിക്കില്ലേ? ഇനി അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ഒരുപാട് വാർത്തകൾ പുറത്തു വന്നിരുന്നല്ലോ. പ്രതിപക്ഷ നേതാക്കന്മാർ പത്രസമ്മേളനം വിളിക്കേണ്ട സാഹചര്യം ഉണ്ടായില്ലേ? അവിടെ ഈ പറയുന്ന മെഷീനുകൾ, ഇലക്ട്രിക് മെഷീനുകൾ വെച്ചിട്ടുള്ള, ഇലക്ട്രിക് യന്ത്രങ്ങൾ വെച്ചിട്ടുള്ള സ്റ്റോർ റൂമുകളിൽ അവിടുത്തെ CCTV ഒന്നും പ്രവർത്തിക്കുന്നില്ല. രാത്രി കാലങ്ങളിൽ പല വാഹനങ്ങളായിട്ട് വോട്ടിംഗ് മെഷീനുകൾ വരാണ്. അപ്പോ ഇതൊക്കെ നടക്കുന്ന ഒരു സംസ്ഥാനത്തിനകത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. 15 വർഷം ഇനി തേനും പാലും ഒഴുക്കിയാൽ പോലും ഏത് സംസ്ഥാനത്തിനകത്തും ഇത്ര വലിയ ഭൂരിപക്ഷത്തിലൊരു സർക്കാർ സംവിധാനം വീണ്ടും ഒരു സർക്കാർ തെരഞ്ഞെടുക്കപ്പെടുക. അതിനകത്ത് BJP മത്സരിച്ചത് 101 103 സീറ്റിലാണ്. അതിൽ 95 സീറ്റിലും BJP ജയിക്കുക. നിങ്ങൾ ഇതിനകത്തൊരു അസ്വാഭാവികത നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക്, അപ്പോൾ നിങ്ങൾ ഇത്തരം സംവിധാനങ്ങളെ കണ്ണടച്ച് വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ സമകാലീന ഇന്ത്യയിൽ ഇതൊക്കെ നടക്കുമെന്ന് നിങ്ങൾ സ്വാഭാവികരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്തരം കാര്യങ്ങൾ വെച്ച്. സത്യത്തിൽ ഒരു തെരഞ്ഞെടുപ്പിനെ, ഒരു ജനവിധിയെ, ജനങ്ങളുടെ മാൻഡേറ്റിനെ കൃത്യമായി അത് മാനിപ്പുലേറ്റ് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് പലപ്പോഴും നമ്മുടെ സംവിധാനം മാറുന്നുണ്ട്. അത് ഇത്രയും വലിയൊരു മാൻഡേറ്റ് വന്നു എന്നുള്ളത് പലപ്പോഴും സ്ഥാനാർത്ഥികൾ പോലും വിശ്വസിക്കാത്തൊരു സാഹചര്യത്തിലേക്കാണ്. കാരണം നമ്മൾ കണ്ടിട്ടുണ്ടാവും, അവിടെ ഒരു സ്ഥാനാർത്ഥിനെ വോട്ട് ചെയ്യാൻ വന്നപ്പോ അടിച്ചോടിക്കുന്ന സാഹചര്യമൊക്കെ നമ്മൾ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. ആ സ്ഥാനാർത്ഥി അടക്കം ജയിച്ചു തെരഞ്ഞെടുപ്പിൽ. ആ സ്ഥാനാർത്ഥി അടക്കം ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചിരിക്കുകയാണ്. അപ്പൊ അതൊക്കെ ഉണ്ടാവുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തിനെ ഞാൻ പറഞ്ഞത് നമ്മൾ വിമർശനാത്മകമായി സ്വീകരിക്കുമ്പോൾ തന്നെ ഇതിനകത്ത് വലിയ രീതിയിലുള്ള അട്ടിമറികൾ നടക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഹരിയാനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി വളരെ വ്യക്തമായി പറഞ്ഞു, 25 ലക്ഷത്തോളം വോട്ടുകളാണ് അവിടെ മാറ്റപ്പെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ കൂടുതലായിട്ട്, അല്ലെങ്കിൽ കൃത്യമായിട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ കയറി വന്നിട്ടുള്ളത്. ഒരു വീട്ടില് 300 ആളുകളുടെ അടക്കം വോട്ടുകൾ ഒരൊറ്റ വീട്ട് നമ്പറിൽ വരികയാണ്. ബീഹാറിലടക്കം 65 ലക്ഷത്തോളം വോട്ടുകൾ വെട്ടിപ്പോയിട്ടുണ്ട്. പല ആളുകളും വോട്ട് ചെയ്യാൻ വന്ന സമയത്ത് അവർ മറ്റാരോ ചെയ്തു പോയി. ചില ആളുകൾ വോട്ട് ചെയ്യാൻ വരുന്ന സമയത്ത് അവർക്ക് വോട്ടില്ല. അത്തരം സാഹചര്യം ഒക്കെ ഈ പറഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ഉണ്ടായിട്ടുള്ളതാണ്. ഇനി ഇപ്പൊ ഇവിടെ ചാനൽ ചർച്ചയിൽ ഇരിക്കുന്ന ആങ്കർക്കടക്കം അഭിപ്രായം ഉണ്ടായിരിക്കില്ല, ബീഹാറിൽ അങ്ങനെ പാലും തേനാണ് കഴിഞ്ഞ 5 വർഷം ഒഴുകിയിരുന്നതെങ്കിൽ ഇപ്പോൾ ഒറ്റ ഈ 40% ദാരിദ്ര്യർ താമസിക്കുന്ന ഒരു സംസ്ഥാനമായി, ദരിദ്രയ്ക്ക് താഴെയുള്ളവരായി എങ്ങനെയാ ബീഹാർ ഇപ്പോൾ നിൽക്കുന്നത്? അതെ, അതിലേക്കാണ് ഞാൻ വരുന്നത്. ശ്രീ ഷാവു പ്രസാദ്, അദ്ദേഹം പറഞ്ഞതിനോട് നമുക്കൊരു മറുപടി പോലെ താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഈ കഴിഞ്ഞ ഒരു ഭരണവർഷത്ത് ജനങ്ങളുടെ ജീവിത നിലവാരത്തിൽ കഴിഞ്ഞ ഭരണവർഷങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള NDA സർക്കാരിന് കൊണ്ടുവരാൻ സാധിച്ചത്? എങ്ങനെയായിരിക്കാം അത് ജനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടാവുക? നോക്കൂ, ബീഹാർ ഈ രാജ്യത്തെ ഏറ്റവും സാമൂഹ്യപരമായ പിന്നോക്കാവസ്ഥയിൽ കിടന്ന ഒരു സംസ്ഥാനമാണ്. ഗുണ്ടാരാജ്, ബൂത്ത് പിടുത്തം, അങ്ങനെ അരാജകത്വത്തിന്റെ ഒരു എന്താണ് തറവാടായി കിടന്നിരുന്ന ഒരു സംസ്ഥാനമാണ് ഈ ബീഹാർ എന്ന് പറയുന്നത്. അവിടെ നിന്ന് ഇപ്പോഴും ബീഹാർ ഇന്ത്യയിലെ ഏറ്റവും പിന്നോക്ക സംസ്ഥാനങ്ങളിൽ ഒന്ന് തന്നെയാണ്, സംശയമൊന്നുമില്ല. പക്ഷെ 0 നിന്ന് ഒരു 5 വരെയൊക്കെ എത്തിക്കാൻ കാര്യം അത് പൂർണ്ണമായിട്ട് മാറ്റാൻ കാലങ്ങൾ എടുക്കും. പക്ഷേ ആ പ്രക്രിയ അവിടെ ആരംഭിച്ചിട്ടുണ്ട്. അത് റിസൾട്ടായി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഗ്രാമങ്ങളിലേക്ക് വരെ റോഡുകൾ വന്നിട്ടുണ്ട്. ഗുണ്ടാരാജ് ഏതാണ്ട് ഇല്ലാതായിട്ടുണ്ട്. അങ്ങനെ ശരിക്കും ജനങ്ങൾക്ക് നേരിട്ട് അനുഭവിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ആ മാറ്റങ്ങൾ അവിടെ തുടങ്ങിയിട്ടുണ്ട്. പൂർണ്ണമായിട്ടൊന്നും അല്ല പറഞ്ഞത്, തേനും പാലും ഒന്നും ഒഴുകുന്നൊന്നും അല്ല പറഞ്ഞത്. പക്ഷെ ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന മാറ്റങ്ങൾ അവിടെ എവിഡന്റ് ആയിട്ട് കാണുന്നുണ്ട്. അവിടെയാണ് ജനങ്ങൾക്ക് വിശ്വാസം വരുന്നത്. സ്ത്രീകളെ എംപവർ ചെയ്യുക. അപ്പൊ ഇപ്പൊ ഇവിടെ ഈ ഫ്രീ ആയിട്ട് കൊടുത്തു 10,000 രൂപ 25 ലക്ഷം സ്ത്രീകൾക്ക് കൊടുത്തു എന്ന് പറയുന്നത് ചുമ്മാ പോകുന്ന വഴിക്ക് ഇത് ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ കൊടുത്തതല്ല. അവർക്ക് ബിസിനസ് ചെയ്യാൻ, സ്വയം പര്യാപ്തതയിൽ ബിസിനസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഒരു സഹായമാണത്. അതുകൊണ്ട് അവരത് ചെയ്യണം. അവർക്ക് ബിസിനസ്, സ്മോൾ സ്കെയിൽ ബിസിനസ് അവർ ചെയ്യണം. ഇല്ലെങ്കിൽ അവരതിന് ആൻസറബിൾ ആണ്. അങ്ങനെ അത് വീണ്ടും സഹായം ആവശ്യമുണ്ടെങ്കിൽ അത് വീണ്ടും ചെയ്യും. ഇങ്ങനെയാണ് അവിടുത്തെ ജനങ്ങളെ എംപവർ ചെയ്തു. ആ റിസൾട്ട് അവിടെ കാണുന്നുണ്ട്. പൂർണ്ണമായി എന്നുമല്ല പറയുന്നത്. പക്ഷേ ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന മാറ്റങ്ങൾ ബീഹാറിന്റെ സാമൂഹ്യ അവസ്ഥയിൽ കാണുന്നുണ്ട്, ചെയ്യുന്നുണ്ട്.
ഇത് ഇത് ഇനിയും ഒരുപാട് മുമ്പോട്ട് പോകാനുണ്ട്, ഒരുപാട് മുമ്പോട്ട് പോകാനുണ്ട്. പക്ഷെ ആ പോകുന്നതിന്റെ ആദ്യ ചുവടുകൾ വിജയകരമായിട്ട് പിന്നിട്ടതിന്റെ റിസൾട്ടാണ് ഇവിടെ ഇപ്പോൾ ജനങ്ങൾ അവിടെ കൊടുത്തത്. അല്ലാതെ അത് അവിടെ പൂർണ്ണമായി എന്നല്ല, പാലും തേനും ഒഴുകുന്നു എന്നല്ല. അങ്ങനെ പൂർണ്ണമായി കഴിഞ്ഞാൽ പിന്നെ ഇതിനൊന്നും ആവശ്യമില്ലല്ലോ. അപ്പൊ അതാണ് അവിടെ നടക്കുന്നത്. ഇനിയും ഒരുപാട് കാര്യം, അത്രമാത്രം ഭീകരമായ പിന്നോക്കാവസ്ഥയിൽ കടന്നിരുന്ന ഒരു സംസ്ഥാനത്തിനെ 5-10 വർഷം കൊണ്ടൊന്നും മുൻനിരയിൽ എത്തിക്കാൻ കഴിയില്ല. അതിന് ഇനിയും സമയമെടുക്കും. ആ വിശ്വാസം അത് ഈ സർക്കാരിനെ കൊണ്ട് എന്ന വിശ്വാസം ജനങ്ങൾക്കുള്ളത് കൊണ്ടാണ് നടന്നത്. പിന്നെ SIR-ന്റെ കാര്യം അദ്ദേഹം പറഞ്ഞു, അത് ശരിയാണ്. ബീഹാർ ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ് പറഞ്ഞത് 60-65 ലക്ഷത്തോളം ആൾക്കാരെ നീക്കം ചെയ്തിട്ടുണ്ട് എന്ന്. നമ്മുടെ വോട്ടേഴ്സ് ലിസ്റ്റിലെ ആ ലക്ഷക്കണക്കിന് ഡ്യൂപ്ലിക്കേഷൻ ഉണ്ട്, സ്ഥലം അതേപോലെ തന്നെ ഈ മരിച്ചവരും എന്തിനീ കേരളത്തിൽ തന്നെ ഉണ്ടല്ലോ. കേരളത്തിൽ കണ്ണൂരും എല്ലാ ഇലക്ഷന്റെ സമയത്തും പരേതര് വന്ന് വോട്ട് ചെയ്യുന്ന കാണാം. കോൺഗ്രസിന്റെ തന്നെ ഏറ്റവും വലിയ ആരോപണങ്ങളിലൊന്നാണല്ലോ അത്. അങ്ങനെ ഈ രാജ്യത്ത് പലയിടത്തും ഉണ്ട്, ധാരാളം നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ SIR എന്ന് പറയുന്നത്. ഈ 65 കഴിഞ്ഞ ദിവസം ചീഫ് ഇവരുടെ ഇലക്ഷൻ കമ്മീഷന്റെ ഔദ്യോഗികമായിട്ടുള്ള പറഞ്ഞിരുന്നല്ലോ, ഈ നീക്കം ചെയ്ത 65 ലക്ഷം പേർ, നേരത്തെയുള്ള കേസല്ല പറയുന്നത്, 65 ലക്ഷം പേരെ നീക്കം ചെയ്ത ഫൈനൽ പട്ടിക. ഈ നീക്കം ചെയ്തവരിൽ ഒരു കേസ് പോലും അവരുടെ മുമ്പിൽ വന്നിട്ടില്ല. ദാ എന്റെ പേര് ഇവിടെ നീക്കം ചെയ്തിരിക്കുന്നു, ഞാൻ ഇവിടെ ജീവിച്ചിരിക്കുന്ന വോട്ടറാണ്, നിങ്ങൾ എന്തിന് എൻ്റെ പേര് നീക്കം ചെയ്തിരിക്കുന്നു എന്ന് പരാതിയുമായി ഇലക്ഷൻ കമ്മീഷന്റെ മുമ്പിലോ കോടതിയുടെ മുമ്പിലോ ഒരൊറ്റ പരാതി പോലും എത്തിയിട്ടില്ല. അതിന്റെ അർത്ഥം എന്താണ്? ഇനിയും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്തിക്കേണ്ട ചുമതല അവിടെ റെസ്പോൺസിബിലിറ്റിയുള്ള പാർട്ടികൾക്കുണ്ട്, രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട്, കോൺഗ്രസ് അടക്കമുള്ളവർക്കുണ്ട്. അവരത് ചെയ്തിട്ടില്ല. എന്തുകൊണ്ട്? എന്താന്ന് പറഞ്ഞാൽ ഈ 65 ലക്ഷം എന്ന് പറയുന്നത് ഈ പറഞ്ഞ അർഹതയില്ലാത്തവരോ മരിച്ചവരോ സ്ഥലമില്ലാത്തവരോ ഒക്കെയാണ്. അങ്ങനെയാണ് അത് നീക്കം ചെയ്യപ്പെട്ടത്. അത് നീക്കം ചെയ്യപ്പെടേണ്ടവർ തന്നെ പട്ടിക തന്നെയായിരുന്നു. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം സാധാരണ അവിടുത്തെ ആവറേജ് വോട്ടിംഗ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 57%. 10% ഏറ്റവും വലിയ വോട്ടിംഗ് പെർസെൻറ്റേജ് ആണ് ഇത്തവണ ഉണ്ടായത്. പക്ഷെ നിങ്ങൾ വോട്ട് ചെയ്യുന്ന നമ്പർ ഓഫ് വോട്ട്സ് പോൾഡ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം സെയിമുമാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഈ വലിയൊരു വിഭാഗം ഈ പറഞ്ഞ പോലെ ഒരു ഇങ്ങനെയുള്ള ഡ്യൂപ്ലിക്കേഷൻസ്, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അതിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് ആ വോട്ടിംഗ് പെർസെൻറ്റേജ് കൂടി. അങ്ങനെ കൂടിയ സ്വാഭാവികമായ പെർസെൻറ്റേജ് ആണത്. അപ്പോൾ ഇങ്ങനെ അർഹതയില്ലാതെ ഈ രീതിയിൽ കിടന്നിരുന്ന വോട്ടുകളുടെ ഗുണഭോക്താക്കൾ ആരായിരുന്നു? നമുക്കറിയാം. ഇവിടെ മരിച്ചവരുടെ പേരിൽ വോട്ട് ചെയ്യുക, സ്ഥലത്തില്ലാത്തവരുടെ പേരിൽ വോട്ട് ചെയ്യുക, പല പ്രദേശം പോയിട്ട് ഈ കലാപരിപാടി ഇവിടെ ഇന്ത്യയിൽ ഉടനീളം നടക്കുന്നുണ്ടെന്നേ. ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനുമാവില്ല. ഞാനൊരു രാഷ്ട്രീയ പാർട്ടി അംഗീകരിക്കുന്നില്ല. ജയിക്കാൻ വേണ്ടി, കാര്യം തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു വലിയ യുദ്ധമാണ്. അതിൻ്റെ അകത്ത് ജയിക്കാൻ വേണ്ടിയിട്ട് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ തന്ത്രങ്ങളും ഉപയോഗിക്കും. എല്ലാവരും അതിൻ്റെ അകത്ത് ചെയ്യുന്നവരാണത്. ആ അവസരം, അങ്ങനെയുള്ള കാര്യം ഇവിടെ ഒഴിവായി. ആ ഒഴിവായതിൻ്റെ കൂടെ റിസൾട്ടാണിത്. അല്ലെങ്കിൽ ഈ 65 ലക്ഷം പേരെ ഒഴിവാക്കി ഇവരെത്ര പേര് പരാതി ഉന്നയിക്കാനുള്ള സമയമുണ്ടായിരുന്നല്ലോ. ഫൈനൽ വോട്ടേഴ്സ് ലിസ്റ്റ് വന്നതിന് ശേഷം പരാതി ഉന്നയിക്കാൻ അവസരമുണ്ടായിരുന്നു. എത്ര പരാതി വന്നു? ഇവർ കോടതിയിൽ പോയോ? കോടതിയിൽ, എന്നാൽ ഈ SIR-നെതിരെ ഇവർ കോടതിയിൽ പോയല്ലോ. പോയി. കോടതി പല നിർദ്ദേശങ്ങളും വെച്ചു. SIR-യെ നിരോധിക്കണമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. അത് പറ്റില്ല എന്ന് പറഞ്ഞു. ആധാർ ഇൻക്ലൂഡ് ചെയ്യിക്കണമെന്ന് പറഞ്ഞു. ആധാർ ഇൻക്ലൂഡ് ചെയ്തു. ലിസ്റ്റ് പബ്ലിഷ് ചെയ്യണമെന്ന് പറഞ്ഞു. ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു. കോടതി വിമർശനാത്മകമായി തന്നെ ഇലക്ഷൻ കമ്മീഷനോട് പല നിർദ്ദേശങ്ങളും വെച്ചു. അത് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ 65 ലക്ഷം പേരിൽ ആരെങ്കിലും എന്നെ അനാവശ്യമായി നീക്കം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് കോടതിയിൽ പോയാൽ തീർച്ചയായും അതിനുള്ള അവസരം ഉണ്ടായിരുന്നു. അത് ഉപയോഗിച്ചിട്ടില്ല. അതിന്റെ അർത്ഥം എന്താണ്? ആ 65 ലക്ഷം റിമൂവ് ചെയ്യപ്പെടേണ്ട പേരുകൾ തന്നെയായിരുന്നു എന്നുള്ളതാണത്.
നമുക്ക് അഡ്വക്കേറ്റ് സുശീൽ ഗോപാലിലേക്ക് പോകും. താങ്കൾക്ക് എന്തെങ്കിലും മറുപടിയായിട്ട് പറയണമെങ്കിൽ പറഞ്ഞോളൂ. ആ കൂട്ടത്തില് ഇപ്പൊ അദ്ദേഹം പറഞ്ഞത് പോലെ, അതായത് സ്ത്രീകളുടെ വോട്ട്, അത് സ്ത്രീകൾക്ക് വലിയൊരു പരിഗണന കൊടുക്കുന്ന ഒരു സാഹചര്യം വന്നിരുന്നു. അപ്പോൾ സ്ത്രീകളുടെ വോട്ട് കോൺഗ്രസിൽ നിന്നും ചെതറിപ്പോയി, അങ്ങനെ ഒരു സാധ്യത ഇതിൽ കാണുന്നുണ്ടോ? അതുകൂടി കൂട്ടിച്ചേർത്ത് പറഞ്ഞോളൂ. സ്ത്രീകളുടെ വോട്ട് ചെതറിപ്പോയി എന്നുള്ളതല്ല, അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ കേരളത്തില് 2020 21 നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ടായ ഒരു ഏറ്റവും വലിയ സംഭവ വികാസം എന്ന് വെച്ചാൽ കിറ്റിന്റെ പേരിലുണ്ടായ ഒരു വോട്ട് ഷെയറിംഗ് ഷിഫ്റ്റിംഗ് ഉണ്ടായിരുന്നു. അതേ ഷിഫ്റ്റിംഗ് ഇവിടെ നടന്നിട്ടുണ്ട്. ഏകദേശം 1.5 കോടി ആളുകൾക്കാണ് 10,000 രൂപ വെച്ച് ഒരു ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇലക്ഷൻ തൊട്ട് മുമ്പായിട്ട് ഇവര് ഇട്ടുകൊടുത്തത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സ്വാഭാവികമായിട്ട് ഒരു 10,000 രൂപ പകുതിയിലധികം ആളുകൾ ദരിദ്രതയ്ക്ക് താഴെയുള്ള സംസ്ഥാനത്തിനകത്ത് അവിടുത്തെ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഉണ്ടാകാവുന്ന മാനസികമായുള്ള ഷിഫ്റ്റിംഗ് എത്രമാത്രമാണെന്ന് നമുക്ക് മനസ്സിലാക്കണം. അത് 1.5 കോടി ആളുകൾക്കാണ്, നിങ്ങളൊന്ന് മനസ്സിലാക്കണം. 1.5 കോടി ആളുകൾ എന്ന് പറയുമ്പോൾ 1.5 കോടി കുടുംബങ്ങളിലേക്ക് അത് എത്താവുന്ന ഒരു സാഹചര്യമാണ്. ഇനി ആ പദ്ധതിയുടെ പ്രത്യേകത നേരത്തെ ഷാവുപ്രസാദ് സാർ എന്ന് പറഞ്ഞു, അതിന്റെ ഒരു അപകടാവസ്ഥ. ഇനി അവർക്ക് അത് കിട്ടണമെങ്കിൽ ഉള്ള അതിന്റെ സാഹചര്യം ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിലില്ല. അവരോട് പറഞ്ഞുള്ളത് ഇത് വെച്ച് 10,000 രൂപ വെച്ച് അവര് സ്മോൾ ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞുള്ളത്. അപ്പൊ ആ ബിസിനസ് 10,000 രൂപ വെച്ച് ഏത് ബിസിനസ്സാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതെന്നും ആ സ്റ്റാർട്ടിംഗ് ബിസിനസ് വെച്ച് എത്ര ആൾക്കാരാണ് എംപവർ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. കൃത്യമായി ഈ ഇലക്ഷൻ കമ്മീഷൻ, അതായത് ഇപ്പോ ഇന്ത്യക്ക് നിലനിൽക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ ഇത്തരത്തിൽ ജനങ്ങളെ സ്വാധീനിക്കാവുന്ന തട്ടിപ്പ് വിദ്യകളുമായി വരുമ്പോൾ ആ സർക്കാരുകളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ഒരു തീരുമാനം എടുക്കാൻ ശേഷിയില്ലാത്ത ഇലക്ഷൻ കമ്മീഷൻ ആണെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഈ ഇലക്ഷന് തൊട്ടു മുമ്പല്ലല്ലോ ഈ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ ബീഹാറിൽ നിലവിൽ വന്നത്. കഴിഞ്ഞ 15 വർഷവും ഈ സർക്കാർ തന്നെയായിരുന്നല്ലോ. ഈ 15 വർഷം ഈ സർക്കാർ ഇരുന്നിട്ട് അപ്പോഴൊന്നും ഈ പറയുന്ന സ്ത്രീകളെ സാക്ഷീകരിക്കാൻ സാധിക്കാത്ത ആളുകൾക്ക്, ഒരു ചുവട് പോലും വെക്കാൻ പറ്റാത്ത ആളുകൾക്ക് 4.5 വർഷം, 4.25 വർഷം അല്ല, അതില്ലെങ്കിൽ 14.25 വർഷം കഴിയുമ്പോൾ മാത്രം ചൂട് വയ്ക്കാൻ തോന്നുമെന്നുള്ള ഒരു പൊളിറ്റിക്സ് ഉണ്ടല്ലോ. ആ പൊളിറ്റിക്സ് കൃത്യമായി ഞാൻ പറഞ്ഞത് ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിനെ അപകടപ്പെടുത്തുന്നതാണ്, ഒരു സംശയവും വേണ്ട. കാരണം ഇലക്ഷന് 2 മാസം മുമ്പ് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ എന്തെങ്കിലും പ്രഖ്യാപിച്ച് അതിന്റെ പേരിൽ വോട്ട് വാങ്ങി ജയിച്ചു വരുന്ന സർക്കാർ സംവിധാനം ആവരുത് എന്നുള്ളതാണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ അടക്കം കൃത്യമായി പറഞ്ഞത്. പല സന്ദർഭങ്ങളിലും പല സർക്കാരുകളെ, കേന്ദ്രം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ സർക്കാരുകളെ വരെ പലപ്പോഴും ഇലക്ഷൻ കമ്മീഷൻ നിയന്ത്രിച്ചിട്ടുള്ളതാണ്. അവരെ പല ഉത്തരവുകളും മരവിപ്പിച്ചിട്ടുള്ളതാണ്. ഈ ഇലക്ഷനെ ജനങ്ങളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് എന്നതിന്റെ പേരിൽ. അതേ സ്ഥലത്താണ് ഇലക്ഷൻ തൊട്ടു മുമ്പ് 10,000 രൂപ 1.5 കോടി സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് അയക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. 50% ദാരിദ്ര്യരേഖയിൽ താഴെ ജനവിഭാഗമുള്ള സംസ്ഥാനത്തിന് അത് എങ്ങനെ ബാധിക്കുമെന്നുള്ളത് നിങ്ങളൊന്ന് പരിശോധിച്ചാൽ മതി. അപ്പൊ അതാണ് അതിന് കൃത്യമായി സാറ് പറഞ്ഞത് തന്നെയാണ്. സാർ പറഞ്ഞ കൃത്യമായുള്ള കണക്കാണ്, വെറുതെ അല്ല സംഭവം ഉണ്ടായത്. അതിന്റെ കൂടെ ഞാൻ പറഞ്ഞല്ലോ, ഇത്തരത്തിൽ അവർക്കെതിരാകുമെന്ന് കരുതുന്ന, പൂർണ്ണമായി അവർക്ക് ലഭിക്കില്ല എന്ന് ഉറപ്പുള്ള 65 ലക്ഷം വോട്ടുകളെ അവർ വെട്ടിമാറ്റുകയാണ്. അതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസും RJD അടക്കം രാഷ്ട്രീയ പാർട്ടികൾ ഒരുപാട് പരാതികൾ കൊടുത്തു. ആദ്യം SIR പ്രഖ്യാപിച്ചപ്പോൾ എന്തുണ്ടായി? അവർ പറഞ്ഞു ആധാർ കാർഡ് പറ്റില്ല, ആധാർ കാർഡ് നിങ്ങൾ വിശ്വസ്ത രേഖയല്ല, വിശ്വസിക്കാവുന്ന രേഖയല്ല, നിങ്ങൾ ബർത്ത് സർട്ടിഫിക്കറ്റ് വേണം. എവിടെ? ബീഹാർ പോലെ സംസ്ഥാനത്ത് ബർത്ത് സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്ന് ആർക്കാണ് അവിടെ SIR ഫില്ല് ചെയ്യാൻ പറ്റുക? അപ്പൊ അങ്ങനെ സംസ്ഥാനത്ത് കൊണ്ടുവന്ന് അവസാനം SIRന്റെ ഡേറ്റ് കഴിയുന്നതിന് ഏതാനും ദിവസം മുമ്പാണ് അവസാനം സുപ്രീം കോടതി ഇടപെട്ട് ഈ പറയുന്ന വിഷയത്തിൽ ആധാർ ഉൾപ്പെടുത്താം 16 ഇലക്ഷൻ കമ്മീഷൻ വരുന്നത്. സ്വാഭാവികമായിട്ട് എത്ര ആൾക്കാർ ഇത് ചെയ്യാൻ ശ്രമിക്കും? ബീഹാർ പോലുള്ള സംസ്ഥാനത്തിനകത്ത് ഇതുപോലുള്ള സാമൂഹിക അന്തരീക്ഷത്തിൽ എത്ര ആൾക്കാർക്ക് അത് ചെയ്യാൻ സാധിക്കും? എത്ര ആൾക്കാർ അത് ചെയ്യാൻ ശ്രമിക്കും? എന്നിട്ടും ലക്ഷക്കണക്കിന് വരുന്ന പരാതികളും അപേക്ഷകളും ഇലക്ഷൻ കമ്മീഷന് മുമ്പിൽ വന്നു. ഇതെല്ലാം റിജക്ട് ചെയ്യാണ് ചെയ്തത്. ഒരെണ്ണം പോലും പരിഗണിക്കാതെ റിജക്ട് ചെയ്തു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെയാണ് ഈ ഇലക്ഷൻ മുമ്പ് തന്നെ രാഹുൽ ഗാന്ധി അടക്കം പ്രതിപക്ഷ നേതാക്കന്മാരടക്കം കൃത്യമായി പറഞ്ഞിരുന്നു, ബീഹാർ ഇലക്ഷൻ അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടാണ് SIR കൊണ്ടുവന്നത്. 2002 അവസാനം നടന്ന SIR 2002. 20 വർഷം കഴിയുമ്പോൾ നടക്കേണ്ടതാണ്. 2022 നടക്കേണ്ടതാണ്. 2022 ഇത് നടന്നിട്ടില്ല. 2022 തൊട്ട് ഇലക്ഷൻ കമ്മീഷനകത്ത് വേറൊരു അപകടം സംഭവിച്ചിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ വെബ്സൈറ്റിൽ ഡ്യൂപ്ലിക്കേഷൻ തടയാനുള്ള സോഫ്റ്റ്വെയർ ഉണ്ടായിരുന്നു, ഒരു ലിങ്ക് ഉണ്ടായിരുന്നു. ആ ലിങ്ക് 2022 തൊട്ട് ബ്ലോക്കാണ്. ഡ്യൂപ്ലിക്കേഷൻ തടയാനുള്ളത്, ഡബ്ലിംഗ് തടയാനുള്ളത് 2022 തൊട്ട് ഇലക്ഷൻ കമ്മീഷനകത്ത് ഇല്ല, അത് ഇനാക്റ്റീവ് ആണ്. അപ്പൊ 2022 നടക്കേണ്ട SIR എന്തുകൊണ്ട് 2025 ബീഹാർ ഇലക്ഷൻ മുമ്പായിട്ട് വന്നു? വളരെ കൃത്യമായ കാരണമാണ്. അവർക്ക് അതിനകത്ത് കൃത്യമായ അജണ്ടകളുണ്ട്.
എന്തുകൊണ്ട് ഇപ്പോൾ 10 സംസ്ഥാനത്ത് മാത്രം SIR പ്രഖ്യാപിച്ചു? എന്തുകൊണ്ട് കേരളത്തിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത്, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പഞ്ചായത്ത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് SIR പ്രഖ്യാപിച്ചു? അതിനകത്തൊക്കെ നമുക്ക് കൃത്യമായിട്ടുള്ള കാരണങ്ങൾ വേണ്ടേ? എന്റെ ബീഹാർ SIR പ്രഖ്യാപിച്ച സമയത്ത് കേരളത്തിൽ പ്രഖ്യാപിക്കാതിരുന്നത്? അവർക്കറിയുന്നില്ല 2026 നിയമസഭാ ഇലക്ഷൻ വരുന്നതാണ്, 2025 ഡിസംബർ മാസം നവംബർ മാസങ്ങളിൽ ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നതാണ്. ഇതൊന്നും കൺസിഡർ ചെയ്യാതെ ഇത്തരം കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിന്റെയും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും ഇഷ്ടത്തിനനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്നതിന്റെ അപകടമാണ്. അപ്പൊ അവിടെ കൃത്യമായി മാനിപ്പുലേഷൻസ് നടക്കുന്നുണ്ട്. ജനങ്ങളുടെ ഹിതത്തിന് ശരിയായ രീതിയിലല്ലാതെ തന്നെ സ്വാധീനിക്കുന്ന പല ഘടകങ്ങളും പ്രവർത്തിച്ചതിന്റെ ഫലമാണ് ഇത്തരത്തിൽ സംവിധാനം വീണ്ടും ഇങ്ങനെ വിജയിച്ചു വരുന്നത് എന്നുള്ള ഒരു അസ്വാഭാവികത ഇതിനകത്ത് വളരെ കൃത്യമായിട്ടുണ്ട്. ഓക്കെ, ശരി. സമയപരിമിതി ഉണ്ടെന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ശ്രീ ഷാവു പ്രസാദ്, ഇപ്പോഴുള്ള ഈ വിജയം ഇത് കേരളത്തിലടക്കം ഇനി തെരഞ്ഞെടുപ്പുകളൊക്കെ വരാൻ പോവുകയാണ്, അതിനൊക്കെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധ്യതയുണ്ടോ? പെട്ടെന്ന് ചെറിയ വാക്കിൽ പറഞ്ഞു. ഓക്കെ, അതായത് ഇപ്പം ഈ ബീഹാറിലെയും കേരളത്തിലെയും ഒക്കെയുള്ള സാമൂഹ്യ അവസ്ഥകൾ വ്യത്യസ്തമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ഡയറക്റ്റ് ഇമ്പാക്ട് ഉണ്ടാവില്ല. പക്ഷേ ഇത് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം, രാഷ്ട്രീയ പാർട്ടിയുടെ BJPയുടെ ഒക്കെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു മൊറാൽ ബൂസ്റ്റാണിത്. ഒരു പോരാട്ടത്തിനിറങ്ങുമ്പോൾ ആ പോരാളികളുടെ മൊറാൽ എന്ന് പറയുന്നത് വളരെ പ്രധാനമാണത്. അത് വളരെ വളരെ ആ കാര്യത്തിൽ ഇതൊരു വലിയ സ്വാധീനം ഉണ്ടാക്കും. മാത്രമല്ല, ഇനിയിപ്പോൾ ഉടനെ തന്നെ ബംഗാളിൽ ഇലക്ഷൻ വരാൻ പോവുകയാണ്. വെസ്റ്റ് ബംഗാളിൽ ബീഹാറിനോട് ചേർന്ന് കിടക്കുന്ന ഏതാണ്ട് അതേ സാമൂഹിക സാഹചര്യങ്ങളുള്ള വെസ്റ്റ് ബംഗാളിൽ നടക്കുന്ന ഇലക്ഷനിൽ ഇത് വളരെ വലിയ സ്വാധീനം ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഓക്കെ, വളരെ നന്ദി. ശരിക്കും ജനാധിപത്യ രാജ്യത്ത് ജയവും തോൽവിയും സാധാരണമാണ്. അതാണ് ജനാധിപത്യ രാജ്യം എന്ന് പറയുന്നത്. ജനമനസ്സുകളിൽ സ്ഥാനമാനങ്ങൾ ഏത് നിമിഷവും മാറി മറയും. പരാജയം ഏറ്റുവാങ്ങുമ്പോൾ വീണ്ടും ഊർജിതമായി പ്രവർത്തിക്കണമെന്ന ഓർമ്മപ്പെടുത്തലും, വിജയകിരീടം ചൂടുമ്പോൾ ജനങ്ങളേൽപ്പിച്ച സ്ഥാനമാനങ്ങൾ നാടിനും നാട്ടുകാർക്കും വേണ്ടി ഉപയോഗിക്കണമെന്നും പറയാതെ പറഞ്ഞു വെക്കുകയാണ് ബീഹാറിലെ ജനങ്ങൾ. ഇന്നത്തെ 4 മണി ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്. അതിഥികൾക്കും പ്രിയ പ്രേക്ഷകർക്കും നന്ദി.